ഇന്നലെ തന്ന പ്രോബ്ലം നോക്കിയിരുന്നോ? ചെയ്യാൻ ശ്രമിച്ചു നോക്കിനോ? എടാ, ഇന്നലെ തന്ന പ്രോബ്ലംസ് ചെയ്ത് നോക്കിനോ എന്തെങ്കിലും? രണ്ടെണ്ണം ഓൾറെഡി ക്ലാസ് ചെയ്തിന് പിന്നെ ചെയ്തിനോ? മൂന്നെണ്ണല്ലേ ബാക്കിയുണ്ടായ? മൂന്നെണ്ണം. മാക്സിമം വെലോസിറ്റിയും സ്റ്റാഗ്നേഷനും ശ്രമിച്ചു നോക്കിനോ? അത് കിട്ടീന? എന്നിട്ട് ടെക്സ്റ്റിന് എയർ വാക്ക് കണ്ടത്. എയർ വാക്ക് ഉണ്ടായി. എയർ വാക്ക് തന്നെയാന്ന് ഒരു ബുക്ക് ഉണ്ട്. ഏറ്റവും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കംപ്രസിബിൾ ഫ്ലോന്റെ ബാലാൻഡർ സാറിന്റെ ടെക്സ്റ്റ് ഉണ്ട്. മോഡേൺ കംപ്രസിബിൾ ഫ്ലോ മറ്റു എന്തെല്ലാം മേടിക്കണ്ടേ? എയർ വാക്ക് നീ എവിടുന്ന് മേടിച്ചേ? ചങ്ങായിമാർ തന്നെയാണ്. നമുക്ക് അതിന്റെ സോഫ്റ്റ് കോപ്പി കിട്ടുമോ എന്ന് എനിക്കറിയില്ല. പഠിക്കുമ്പോ നല്ലൊരു ടെക്സ്റ്റ് ആണ്. പഠിക്കുമ്പോ ഒന്നെങ്കിൽ അതുപോലത്തെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് വെച്ച് പഠിക്കാൻ നോക്കുക. എയർ വാക്കിന് ഞാൻ കണ്ടിട്ടില്ല. എയർ വാക്കിന്റെ ടെക്സ്റ്റ് കറക്ഷൻസ് ഉണ്ടോന്ന് അറിയില്ല. ശ്രദ്ധിക്കുക. ഓക്കെ. ആ പ്രോബ്ലം നമുക്ക് ഒന്നുകൂടെ ഒന്ന് നോക്കാം. കൂട്ടർ തന്നെയാണോ കിട്ടിയെന്ന് നോക്കുക. ചെയ്ത കൂട്ടർ സ്ക്രീൻ കാണാൻ പറ്റുന്നില്ലടാ. സ്ക്രീന് വിസിബിൾ ആണോ? ഓക്കെ. സോ നമ്മൾ ഇന്നലെ ലാസ്റ്റ് ഡിസ്കസ് ചെയ്ത പ്രോബ്ലം ക്വസ്റ്റ്യൻ നിങ്ങൾ ഓൾറെഡി ഇല്ലേ? So an air jet at 400 Kelvin has sonic velocity. So determine the velocity of sound at 400 Kelvin, velocity of sound at stagnation condition, and maximum velocity of jet, stagnation enthalpy, and Crocco number. Right? So നമ്മൾ ഇന്നലെ ഓൾറെഡി എന്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്? വെലോസിറ്റി ഓഫ് സൗണ്ട് ഞാൻ ഡിസ്കസ് ചെയ്തതാണ് ക്ലാസ്. എന്നാലും ഒന്നുകൂടി പറയുന്നത്. സോ തന്ന പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. റൈറ്റ്? ടെമ്പറേച്ചർ തന്നിട്ടുണ്ട് എത്ര? 400 കെൽവിനില്. ദെൻ കണ്ടീഷൻ സോണിക് കണ്ടീഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ വെലോസിറ്റി ഓഫ് സൗണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ വെലോസിറ്റി ഓഫ് സൗണ്ട് അറ്റ് 400 കെൽവിൻ കണ്ടുപിടിക്കണം. വെലോസിറ്റി ഓഫ് സൗണ്ടിന്റെ ഇക്വേഷൻ എന്താ? റൂട്ട് ഓഫ് ഗാമ ആർ ടി വരും. ഹലോ, എടാ എന്തോ കട്ടാകുന്നുണ്ടോ വോയിസ്? ഹലോ, കേൾക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ. സോ ഗാമ ആർ ടി വരുമ്പോൾ ഗാമ നമുക്ക് എയർ ആണ്. ഫ്ലോയിങ് മീഡിയം മീൻസ് എയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആർ വാല്യൂ നമുക്ക് അറിയുന്നതാണ് 287. ദെൻ ടെമ്പറേച്ചർ വാല്യൂ ഇസ് T 400. സോ വെലോസിറ്റി ഓഫ് സൗണ്ട് എ വിൽ ബി ഗെറ്റിംഗ്, നമ്മൾ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്ത് കിട്ടും? 400.89 മീറ്റർ പെർ സെക്കൻഡ് കിട്ടും. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് സൗണ്ട് അറ്റ് സ്റ്റാഗ്നേഷൻ കണ്ടീഷൻ. വെലോസിറ്റി ഓഫ് സൗണ്ട് അറ്റ് സ്റ്റാഗ്നേഷൻ കണ്ടീഷൻ. സോ വെലോസിറ്റി ഓഫ് സൗണ്ട് അറ്റ് സ്റ്റാഗ്നേഷൻ കണ്ടീഷൻ ഇക്വേഷൻ എന്താ പറഞ്ഞാൽ നമ്മള് A0 it is equal to gamma r T0, right? So gamma നമുക്ക് അറിയാം, r പറയാം. T0 കിട്ടാൻ വേണ്ടി നമുക്ക് ഓൾറെഡി നമ്മൾ പഠിച്ച റിലേഷൻ ആണ് എന്ത്? T0 by T is equal to 1 plus gamma minus 1 divided by 2 m square വരും, right? സ്കോണിക് കണ്ടീഷൻ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ എമ്മിന്റെ വാല്യൂ എന്താണ്? മാക് നമ്പറിന്റെ വാല്യൂ 1 ആണ്. സോ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഇക്വേഷൻ വിൽ ബിക്കം ഗാമ പ്ലസ് 1/2 വരും. ഗാമ പ്ലസ് 1/2. സോ ടി വാല്യൂ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഒന്ന് അറേഞ്ച് ചെയ്താൽ എന്ത് വരും? T0 കണ്ടുപിടിക്കാം. അല്ല, സ്റ്റാഗ്നേഷൻ ടെമ്പറേച്ചർ കണ്ടുപിടിക്കാം. എത്ര? T0 is equal to 480 Kelvin. T0 equal to 480 Kelvin വരും. ഇനി T0 കിട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? A0 കണ്ടുപിടിച്ചൂടെ? A0 is equal to root of gamma r T0.
സോ എ നോട്ട് എന്ത് വരും 1.4 into root of 1.4 into 287 into T0 is 480 Kelvin വരും. The answer will be 439.162 meter per second. ഏകദേശം മെത്തേഡ് ഒന്ന് മനസ്സിലാക്കി വെക്കുക, എന്നിട്ട് ഐക്യു ഒന്ന് സോൾവ് ചെയ്ത് നോക്കണം. ഇതൊന്നും നിങ്ങൾ തന്നെ സോൾവ് ചെയ്യാത്തിടത്തോളം കാലം നിങ്ങൾക്ക് കിട്ടില്ല എക്സാം ചെയ്യുമ്പോൾ. ഇത് ഓൾറെഡി യൂണിവേഴ്സിറ്റി എക്സാമിന് വന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ജസ്റ്റ് വേണമെങ്കിൽ ഇതിന്റെ ആൻസർ ചെക്ക് ചെയ്യാൻ വേണ്ടി ഫൈനൽ ആൻസർ കൂടെ ഒന്ന് എഴുതി വെച്ചോ. പറയുന്ന ഈ സ്ക്രീനിൽ കാണുന്ന സമയത്ത് തന്നെ ഫൈനൽ ആൻസർ കൂടി ഒന്ന് എഴുതി വെച്ചാൽ നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഒന്ന് ഈസി ആയിരിക്കും. ഫൈനൽ ആൻസർ കിട്ടുമ്പോൾ ഇത് കറക്റ്റ് ആണോ അല്ലയോ എന്ന് മനസ്സിലാവും. ഓക്കെ, സോ തേർഡ് പാർട്ട് എന്താ? മാക്സിമം വെലോസിറ്റി ഓഫ് ജെറ്റ്. നമ്മൾ അഡിയബാറ്റിക് ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ട്. അതായത് H0 സ്റ്റാഗ്നേഷൻ എൻതാൽപ്പിന്റെ 3 ഡിഫറെന്റ് ടേംസ്, റൈറ്റ്? അതിനകത്ത് 2 ടേം ആണ് എന്ത്? Cmax square by 2 is equal to A naught square by gamma minus 1 equal to H0, right? Different conditionsil stagnation enthalpy വന്ന different forms of equations ആയിരുന്നു എന്ത്? Cmax square by 2, A naught square by gamma minus 1. ഇത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? A naught നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചാണ്. ഗാമ വാല്യൂ is 1.4. ഗാമ വാല്യൂ എന്താ? 1.4. സോ Cmax ഒന്ന് റീസബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്ത് വരും? Cmax ഈക്വൽ ടു റൂട്ട് ഓഫ് 2 by gamma minus 1 into A naught വരും അല്ലേ? സോ അതിനൊന്ന് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 2 root of 2 by 1.4 minus 1 into A naught നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചാണ് 439.16. സോ Cmaxന്റെ ആൻസർ എന്ത് വരും? 981.9 വരും. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ വാസ് സ്റ്റാഗ്നേഷൻ എൻതാൽപ്പി. ഓക്കെ, സ്റ്റാഗ്നേഷൻ എൻതാൽപ്പി മീൻസ് H0. സോ ഓൾറെഡി ഇവിടെ പറഞ്ഞാണ് ഞാൻ, ഇത് രണ്ടും H0 ഇക്വേഷൻസ് ആണ്. Cmax square by 2, A naught square by gamma minus 1. നമുക്ക് Cmax പറയാം, A naught പറയാം. നമുക്ക് ഏത് ഇക്വേഷനിലാണോ ചെയ്യേണ്ടത് താല്പര്യം എന്ന് വെച്ചാൽ ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് H0 കണ്ടുപിടിക്കുക. ഞാനിപ്പോൾ ഇവിടെ ഇട്ടേക്കുന്നത് Cmax square by 2 വെച്ചിട്ടാണ്. സോ Cmax square by 2 വെച്ച് കഴിയുമ്പോൾ H0 ഈക്വൽ ടു 981. Cmax കിട്ടിയ 981.9 ആണ്. 981.9 ഹോൾ സ്ക്വയർ ബൈ 2. Then answer will be 482.15 kilojoule per kilogram. ആൻസേഴ്സ് എഴുതുമ്പോൾ കട്ടായടാ. ഇടക്കിടക്ക് വോയിസ് കട്ടായി കൊടുക്കുന്നു. വോയിസ് നല്ലോണം ഡിലേ ആവുന്നുണ്ടോ? ആൻസർ എഴുതുമ്പോ പിന്നെ ഒന്നും കേട്ടില്ല. ഫുൾ സൈലൻസ്. ഇപ്പോ തേർഡ് ഫോർത്ത് ഒന്നും സ്ക്രീനിൽ കണ്ടിട്ടില്ല നിങ്ങള്? സ്ക്രീന് കാണുന്നുണ്ട് സാറേ, സൗണ്ട് മാത്രം. ഓക്കെ, ഇത് എഴുതിയത് മനസ്സിലായല്ലോ. മെത്തേഡ് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യണല്ലോ. ഇത് കാണുമ്പോൾ തന്നെ ഏകദേശം ഇതല്ലേ? Cmax വന്നിട്ട് എവിടെ അങ്ങനെ നിങ്ങൾ കേട്ടത്? സോ മാക്സിമം വെലോസിറ്റി കണ്ടുപിടിച്ചു, സ്റ്റാഗ്നേഷൻ എൻതാൽപ്പി കണ്ടുപിടിച്ചു, റൈറ്റ്? എടാ എന്തായാലും റിപ്ലൈ പറയടാ. അതിനുശേഷം ഒന്നും മനസ്സില്ല. ലാസ്റ്റ് പാർട്ട് എന്താ? ക്രോക്കോ നമ്പർ കണ്ടുപിടിക്കാനാണ്. ഓക്കെ, ക്രോക്കോ നമ്പറിന്റെ ഇക്വേഷൻ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്താണ്. ക്രോക്കോ നമ്പർ C is equal to C by Cmax വരും, റൈറ്റ്? സോ C കണ്ടുപിടിച്ച് നമ്മൾ എന്താ 400.89 മീറ്റർ പെർ സെക്കൻഡും Cmax 981.9 മീറ്റർ പെർ സെക്കൻഡും. സോ ക്രോക്കോ നമ്പർ വാല്യൂ വിൽ ബി 0.408 വരും, റൈറ്റ്? പ്രോബ്ലം ഒന്ന് എഴുതി വെക്കണേ, വൃത്തിയായിട്ട് നോട്ടിൽ എഴുതിണ്ടാവണം. ഇനി നമുക്ക് നോക്കാനുള്ള ഒരു ടോപ്പിക്കാണ് സ്ട്രീം ത്രസ്റ്റ് ആൻഡ് ഇമ്പൾസ് ഫംഗ്ഷൻ. നമ്മൾ ഒരു ഡക്റ്റില് ഒരു കംപ്രസിബിൾ ഫ്ലോ കൺസിഡർ ചെയ്യുമ്പോൾ, അതിനകത്ത് വൺ ഡയമെൻഷണൽ മൊമെന്റം ഇക്വേഷൻസ് ഒക്കെ ഡിറൈവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു ടേമാണ് ഇതിന്. അതായത് അതിനകത്ത് കംപ്രസിബിൾ ഫ്ലോന്റെ കേസിൽ 2 ഫോഴ്സ് ആണ് മെയിൻ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യേണ്ടത്.
റൈറ്റ്? അതായത് ഒരു ഫ്ലൂയിഡ്, ഒരു കംപ്രസിബിൾ ഫ്ലൂയിഡ് ഒരു ഡക്റ്റിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് മെയിൻലി എക്സിസ്റ്റ് ചെയ്യുന്ന രണ്ട് ഫോഴ്സസ് എന്ന് പറയുന്നത് പ്രഷർ ഫോഴ്സും ദെൻ ഇനേഷ്യ ഫോഴ്സ് ആണ്, അല്ലെങ്കിൽ മൊമെന്റം ഫോഴ്സ് എന്ന് പറയും. പ്രഷർ ഫോഴ്സും മൊമെന്റം ഫോഴ്സും, റൈറ്റ്? സോ ഇതിന്റെ രണ്ടിന്റെയും സമ്മ് കോൺസ്റ്റന്റ് ആയിരിക്കും. നമ്മൾ ഒരു സ്റ്റഡി വൺ ഡയമെൻഷണൽ ഫ്ലോയിൽ മൊമെന്റം ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്ന സമയത്ത് എടുക്കുന്ന ഒരു കണ്ടീഷനാണ്. എന്താ വരുന്നത്? ഈ പോയിന്റ് മാത്രം സ്ട്രീം ഫംഗ്ഷൻ അല്ല സ്ട്രീം ത്രസ്റ്റ് ഇമ്പൾസ് ഫംഗ്ഷൻ റിലേറ്റഡ് ആയിട്ട് ഈ കാര്യങ്ങൾ മാത്രം ഓർത്ത് വെച്ചാൽ മെയിൻ ആയിട്ട് ഓർത്ത് വെക്കേണ്ടത് രണ്ട് ഫോഴ്സ് ഉണ്ട്. ഒന്ന് പ്രഷർ ഫോഴ്സ്, ദെൻ മൊമെന്റം ഫോഴ്സ് അല്ലെങ്കിൽ ഇനേർഷ്യ ഫോഴ്സ്. ഇതിന്റെ രണ്ടിന്റെയും സമ്മ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. ഏത് സെക്ഷൻ എടുത്താലും, ആ ഡെക് ഫ്ലോയിൽ ഏത് സെക്ഷൻ എടുത്താലും പ്രഷർ ഫോഴ്സിന്റെയും ഇമ്പൾസ് മൊമെന്റം ഫോഴ്സിന്റെയും സമ്മ് കോൺസ്റ്റന്റ് ആയിരിക്കും. സോ പ്രഷർ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താ? പി ഇൻറ്റു എ ആണ്, പ്രഷർ ഇൻറ്റു ഏരിയ. ദെൻ ഇനേഷ്യ ഫോഴ്സ് എന്ന് പറയുന്നത് റോ എ വി സ്ക്വയർ, റൈറ്റ്? നമ്മളിപ്പോൾ റെയ്നോൾഡ്സ് നമ്പറിലും പഠിക്കുമ്പോൾ ഇനേഷ്യ ഫോഴ്സ് ബൈ വിസ്കസ് ഫോഴ്സ് എടുക്കും. ഇനേഷ്യ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താ എഴുതിയാൽ റോ എ വി സ്ക്വയർ ആയിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നു, റൈറ്റ്? സോ പ്രഷർ ഫോഴ്സിന്റെയും ഇനേഷ്യ ഫോഴ്സ് അല്ലെങ്കിൽ മൊമെന്റം ഫോഴ്സിന്റെയും സമ്മ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും, റൈറ്റ്? ഇനി ഇതിന്റെ യൂസ്ഫുൾ എവിടെ വരുന്നത് വെച്ചാൽ നമ്മള് ഇതിന്റെ ആപ്ലിക്കേഷൻസ് വരുന്നത് ജെറ്റ് എൻജിൻസ്, റോക്കറ്റ് എൻജിൻസ്, ഇതിൻ്റെ അകത്തൊക്കെ ഉണ്ടാകുന്ന ഈ ഫ്ലൂയിഡ് ഫ്ലോ കൊണ്ടുണ്ടാകുന്ന ഒരു ത്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുണ്ട്. അതായത് ഒരു ഡക്റ്റിലൂടെ ഇത്രയും ഫോഴ്സിൽ ഇത് ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുമ്പോൾ അവിടെ ഒരു ത്രസ്റ്റ് ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യും, റൈറ്റ്? ഫ്ലൂയിഡ് ഫ്ലോന്റെ ഡയറക്ഷനും ഓപ്പോസിറ്റ് ആയിരിക്കും ഒരു ത്രസ്റ്റ് ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യും. ആ ത്രസ്റ്റ് ഫോഴ്സിന്റെ ഒക്കെ കാൽക്കുലേഷൻ പാർട്ടിലും അങ്ങനെയുള്ള ആപ്ലിക്കേഷൻ റേഞ്ചിൽ അല്ല റിയാക്ഷൻ ഫോഴ്സ്, അതായത് ഫ്ലോ ചെയ്യുന്നതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഒരു റിയാക്ഷൻ ഫോഴ്സ് ഉണ്ടാവും. അങ്ങനെയുള്ള ഫോഴ്സസ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻസ് എടുക്കുന്നത്. എന്തിന്റെ? ഇമ്പൾസ് ഫംഗ്ഷന്റെ അല്ലെങ്കിൽ സ്ട്രിക്ട്നെസിന്റെ. ഇനി ഇമ്പൾസ് ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് ഫോഴ്സിനെയും കൂടി ചേർത്തിട്ട്, അതായത് ഇതിന്റെ സം ടേം ഉണ്ടാവല്ലോ, ഈ പ്രഷർ ഫോഴ്സിന്റെയും മൊമെന്റം ഫോഴ്സിന്റെയും, ഇതിന്റെ രണ്ടിന്റെയും കൂടി സം ആയിട്ട് വരുന്ന ടേം നമ്മൾ പറയുന്ന ഒറ്റ സിംഗിൾ ടേം ആയിട്ട് പറയുന്നതാണ് ഇമ്പൾസ് ഫംഗ്ഷൻ, റൈറ്റ്? ഈ പ്രഷർ ഫോഴ്സിനെയും മൊമെന്റം ഫോഴ്സിനെയും കൂടി ആഡപ്പ് ചെയ്ത് വരുന്ന ഒരു സിംഗിൾ ടേമിന് നമ്മൾ പറയുന്ന പേരാണ് ഇമ്പൾസ് ഫംഗ്ഷൻ, റൈറ്റ്? ഇനി ഇമ്പൾസ് ഫംഗ്ഷന് യൂസ് ചെയ്യുന്ന നൊട്ടേഷൻ എന്ന് പറയുന്നത് എഫ് ആണ്, ക്യാപിറ്റൽ എഫ്. സോ ക്യാപിറ്റൽ എഫ് വിൽ ബി ഈക്വൽ ടു പി എ പ്ലസ് റോ എ വി സ്ക്വയർ വരും. ഇനി ഈ സ്ട്രീം ഇമ്പൾസ് ഫംഗ്ഷന്റെ യൂസേജ്, അതായത് നമ്മളിപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞല്ലോ ഇതിന്റെ ആപ്ലിക്കേഷൻ എന്താ വെച്ചാൽ ഇതിന്റെ റിയാക്ഷൻ ഒരു ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുമ്പോൾ ഒരു ഡക്റ്റിൽ കംപ്രസിബിൾ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന റിയാക്ഷൻ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യണം. അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് റിയാക്ഷൻ ഫോഴ്സ് അല്ലെങ്കിൽ അതിന് ത്രസ്റ്റ് ഫോഴ്സ് എന്ന് പറയും. അത് കാൽക്കുലേറ്റ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. ഇനി അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന നോക്കാം, റൈറ്റ്? അതിനായിട്ട് എന്ത് ചെയ്തു? നമ്മളൊരു സെക്ഷൻ കൺസിഡർ ചെയ്തു, ഒരു വേരിയിങ് ഏരിയ പാസേജിലെ വേരിയിങ് ഏരിയ പാസേജ് നമ്മൾ നോസിലെ കണ്ടില്ലേ, അതായത് കൺവേർജൻ പോർഷനിൽ വന്നു, ദെൻ ഡൈവേർജൻ പോർഷൻ പോയി. അതുപോലെ ഒരു നോസിലോ അല്ലെങ്കിൽ ഡിഫ്യൂസറോ അതുപോലത്തെ ഒരു ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്ന ഒരു പാസേജ് കൺസിഡർ ചെയ്തു. ഇതുപോലെ ഒരു ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്ന ഒരു പാസേജ് കൺസിഡർ ചെയ്തു. അതിന്റെ ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ഇൻലെറ്റ് കണ്ടീഷനും സെക്കൻഡ് സെക്ഷൻ എന്ന് പറയുന്നത് ഔട്ട്ലെറ്റ് കണ്ടീഷനും വരും. സോ ഇൻലെറ്റ് കണ്ടീഷനിൽ ഇതിന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് P1, ρ1, velocity V1, then impulse function F1, then area at the inlet section or section 1 is A1, right? And ഈ റൈറ്റ് സൈഡിലേക്ക് എന്ത് ചെയ്യും? ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷൻ കാണിച്ചാണ്. മാസ് ഫ്ലോ റേറ്റ് ഈസ് m dot. And ഇതിന്റെ സെക്കൻഡ് സെക്ഷനിൽ വരുമ്പോൾ എന്തായി? ഇതിന്റെ പ്രോപ്പർട്ടീസ് വിൽ ബിക്കം P2, ρ2, V2, F2 and A2 വരും. ഇത് മാർക്ക് ചെയ്താണ്. ഓക്കെ, സോ ഇതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് എന്തുണ്ടാവും? ഇത് ഫ്ലോ ചെയ്യുന്നതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് എന്ത് വരും? ഇതിന്റെ ഒരു റിയാക്ഷൻ ഫോഴ്സ് വരും. അതായത് ഈ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുമ്പോൾ ഈ ട്യൂബിന്റെ അല്ലെങ്കിൽ ഡക്റ്റിന്റെ വാൾ സർഫസിൽ ഇതിന്റെ വാൾ സർഫസ് ഉണ്ടാവുമല്ലോ, അതിന്റെ മുകളിലേക്ക് എന്ത് കൊടുക്കും? ഫ്ലോ ചെയ്യുന്നതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യും. ആ ഫോഴ്സിനെ പറയുന്നതാണ് സ്ട്രീം ത്രസ്റ്റ് അല്ലെങ്കിൽ ത്രസ്റ്റ് ഫോഴ്സ് എന്ന് പറയും. സിമ്പിൾ ആയ ത്രസ്റ്റ് ഫോഴ്സ് അല്ലെങ്കിൽ നമ്മൾ ഇതിന്റെ ടേമിലേക്ക് പറയുന്നത് സ്ട്രീം ത്രസ്റ്റ്. സ്ട്രീം ഫ്ലോ ചെയ്യുന്നതുകൊണ്ടുണ്ടാകുന്ന ഒരു ത്രസ്റ്റ് ഫോഴ്സ് സ്ട്രീം ത്രസ്റ്റ് എന്ന് പറയും, റൈറ്റ്?
ഇനി സ്ട്രീം ത്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഇക്വേഷൻ ആണ് F2 മൈനസ് F1 അല്ലെങ്കിൽ നെറ്റ് എഫ് ഇമ്പൾസ് ഫംഗ്ഷന്റെ ഫൈനൽ ഇമ്പൾസ് ഫംഗ്ഷൻ മൈനസ് ഇനീഷ്യൽ ഇമ്പൾസ് ഫംഗ്ഷൻ ആയിരിക്കും എന്ത് ത്രസ്റ്റ് ഫോഴ്സ് അല്ലെങ്കിൽ സ്ട്രീം ത്രസ്റ്റ്. സോ ഈ ഇമ്പൾസ് ഫംഗ്ഷന്റെ യൂസ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഫ്ലൂയിഡ് ഒരു കംപ്രസിബിൾ ഫ്ലൂയിഡ് ഫ്ലോ നടക്കുമ്പോൾ ഉണ്ടാകുന്ന ത്രസ്റ്റ് ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഓക്കെ, സോ എഫ് നെറ്റ് വിൽ ബി ഈക്വൽ ടു അല്ലെങ്കിൽ ടൗ ഈക്വൽ ടു F2 മൈനസ് F1 F2 എന്താ P2 A2 പ്ലസ് ρ2 into A2 V2 സ്ക്വയർ മൈനസ് P1 A1 പ്ലസ് ρ1 A1 V1 സ്ക്വയർ, റൈറ്റ്? Then F net is equal to F2 minus F1. ഇനി ഈ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്ന കണ്ടീഷനിൽ അതായത് ഫ്ലൂയിഡിനെ നമ്മൾ ചിലപ്പോൾ സപ്പോസ് കൺസിഡർ ചെയ്യുന്ന ഒരു പെർഫെക്റ്റ് ഗ്യാസ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ഫ്ലോ ചെയ്യുന്ന ഫ്ലൂയിഡ് ഒരു പെർഫെക്റ്റ് ഗ്യാസ് ആണെന്ന് കൺസിഡർ ചെയ്യും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ റിലേഷനെ F2 മൈനസ് F1 റിലേഷൻ നമുക്ക് എന്തിലേക്ക് എഫ് ഇമ്പൾസ് ഫംഗ്ഷന്റെ റിലേഷൻ നമുക്ക് മാക് നമ്പറിന്റെ ടേംസിലേക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഇമ്പൾസ് ഫംഗ്ഷൻ ഉണ്ടാവുമല്ലോ P2 A2 അല്ലെങ്കിൽ PA പ്ലസ് ρA V സ്ക്വയർ എന്നുള്ള ടേമിനെ നമ്മൾ എന്തിലേക്ക് കൺസിഡർ ചെയ്യും? ഒരു മാക് നമ്പറിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അതായത് ഇതിനകത്ത് മാക് നമ്പർ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു റിലേഷൻ ഉണ്ടാക്കും. ഓക്കെ, സോ എഫ് ഈസ് ഈക്വൽ ടു എന്ത് വരും? എഫ് ഈസ് ഈക്വൽ ടു PA പ്ലസ് ρA V സ്ക്വയർ. സോ ഇതിൽ ഫസ്റ്റ് ടൈം PA അങ്ങനെ വെച്ചു. ദെൻ റോയ്ക്ക് എന്ത് കൊടുക്കും? നമ്മളിപ്പോ പെർഫെക്റ്റ് ഗ്യാസിന് റോന്റെ ഇക്വേഷൻ കൊടുക്കാം P/RT കൊടുക്കാം അല്ലെ? ജസ്റ്റ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ വെച്ചിട്ട് എന്താ P is equal to ρRT ആണ്. സോ അതിനകത്ത് റോയിനെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? P/RT എന്ന് കൊടുക്കാം. ദെൻ ρA V സ്ക്വയർ കൊടുത്തു. അതിനെ ഇക്വേറ്റ് ചെയ്ത PA പ്ലസ് ഒരു ഗാമ നമ്മൾ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഗാമ പാർട്ട് ഒരു ന്യൂമറേറ്ററിൽ ഇട്ട് കൊടുത്തു, ഡിനോമിനേറ്ററിൽ ഇട്ട് കൊടുത്തു. സോ എന്ത് വരും? PA പ്ലസ് ഗാമ P A V സ്ക്വയർ ഡിവൈഡ് ബൈ ഗാമ RT വരും. സോ എന്ത് വരും? PA പ്ലസ് ഗാമ PA. അതായത് ഇതിൻ്റെ അകത്തിലെ ഈ ഗാമ PA അറേഞ്ച് ചെയ്തു, ഗാമ PA ഒന്നിച്ച് അറേഞ്ച് ചെയ്തു. ദെൻ V സ്ക്വയർ ഡിവൈഡ് ബൈ A സ്ക്വയർ വരും. കാരണം എന്താ? ഡിനോമിനേറ്റർ പാർട്ടിൽ ഇവിടെ ഗാമ RT ഉണ്ട്. സോ ഗാമ RT എന്താ? A ആണ് അല്ലെങ്കിൽ A സ്ക്വയർ ആണ്. സോറി, A എന്ന് പറയുന്നത് റൂട്ട് ഓഫ് ഗാമ RT ആണ്. സോ ഗാമ RT എന്ന് പറയുന്നത് A സ്ക്വയർ ആയിരിക്കും. സോ PA പ്ലസ് ഗാമ PA V സ്ക്വയർ ബൈ A സ്ക്വയർ വരും, റൈറ്റ്? So equation will become PA plus gamma P A into M square വരും. So impulse function ഒരു പെർഫെക്റ്റ് ഗ്യാസിന്റെ കേസിൽ ഇമ്പൾസ് ഫംഗ്ഷൻ നമുക്ക് എങ്ങനെ എഴുതാം? PA into 1 plus gamma M square എന്ന് എഴുതാം. മാക് നമ്പറിന്റെ ടേംസിലാക്കിയിട്ട് PA into 1 plus gamma M square എന്ന് വരും. ഈ ഇക്വേഷൻ ഈ ഡെറിവേഷൻ മിക്കവാറും ചോദിക്കാറുള്ളതാണ്. ഇമ്പൾസ് ഫംഗ്ഷന്റെ അല്ലെങ്കിൽ ത്രസ്റ്റ് ഫോഴ്സിന്റെ ഡെറിവേഷൻ വിത്ത് ഫിഗർ എന്ന് പറഞ്ഞ കാര്യത്തിൽ ഒരു ഡെക്റ്റ് വരക്കാനേ ഉള്ളൂ. പിന്നെ അതൊന്ന് നോക്കണം നിങ്ങൾ വൃത്തിയായിട്ട്. കാരണം യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചിട്ടാണ്, റിപ്പീറ്റഡ് ആയിട്ടാണ് ചോദിച്ചിട്ടുണ്ട് ത്രസ്റ്റ് ഫോഴ്സിന്റെ ഇക്വേഷൻ, അല്ലെങ്കിൽ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലംസ് ചോദിക്കാറുണ്ട് ഇടക്ക്. ഓക്കെ, ഇനി ഇതിനെ തന്നെ നമുക്ക് ചില സമയം നോൺ ഡയമെൻഷനലൈസ് ചെയ്യാൻ പറ്റും. നമ്മൾ ഇന്നലെ ക്രിട്ടിക്കൽ നമ്പർ ഒക്കെ വെച്ചിട്ട് നോൺ ഡയമെൻഷനലൈസേഷൻ ചെയ്തിട്ടുണ്ട്. റിലേറ്റീവ് വെലോസിറ്റി ടേംസ് വെച്ചിട്ട് certain non-dimensional number ഫോമാറ്റിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് സിമ്പിൾ ആക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ ഒരു ന്യൂമറിക്കൽസിന്റെ ആപ്ലിക്കേഷൻസിന് വെച്ചിട്ട്, റൈറ്റ്? സോ അതേപോലെ ഇമ്പൾസ് ഫംഗ്ഷനും പ്രോബ്ലംസിൽ വരുന്ന കേസസിൽ ഇമ്പൾസ് ഫംഗ്ഷനെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു നോൺ ഡയമെൻഷണൽ ഇമ്പൾസ് ഫംഗ്ഷൻ ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഒരു നോൺ ഡയമെൻഷണൽ ഇമ്പൾസ് ഫംഗ്ഷൻ, അതായത് F/F സ്റ്റാർ. സോ F സ്റ്റാർ എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ കണ്ടീഷനിലൂടെയാണ്. അതായത് ഇന്നലെ നമ്മൾ ക്രിട്ടിക്കൽ വെലോസിറ്റി പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നു ക്രിട്ടിക്കൽ വെലോസിറ്റി? സോണിക് കണ്ടീഷനിൽ, അതായത് വെലോസിറ്റി ഓഫ് സൗണ്ടും വെലോസിറ്റി ഓഫ് ലോക്കൽ വെലോസിറ്റി ഈക്വൽ ആകുന്ന കണ്ടീഷനിലാണ് എന്താ പറയുക? ക്രിട്ടിക്കൽ കണ്ടീഷൻ. ആ കണ്ടീഷനിലുള്ള സ്പീഡിനാണ് ക്രിട്ടിക്കൽ സ്പീഡ് എന്ന് പറയുന്നത്. അതുപോലെ അതായത് എമ്മിന്റെ വാല്യൂ, മാക് നമ്പറിന്റെ വാല്യൂ 1 ആവുന്ന കണ്ടീഷനിൽ, അതേ കണ്ടീഷനാണ് നമ്മളിവിടെ ഇമ്പൾസ് ഫംഗ്ഷന്റെ കേസിലും പറയുന്നത്. M 1 ആകുന്ന കേസസിൽ എഫിനെ നമ്മൾ F സ്റ്റാർ എന്നായിട്ട് എടുക്കുന്നു, റൈറ്റ്? എഫിനെ F സ്റ്റാർ ആക്കി എടുക്കുന്നു. സോ F/F സ്റ്റാർ ഈസ് ഈക്വൽ ടു എഫ് എന്തായിരുന്നു? PA ഇൻറ്റു 1 പ്ലസ് ഗാമ M സ്ക്വയർ ആയിരുന്നു. സോ F സ്റ്റാർ എന്ത് വരും? P സ്റ്റാർ, ആ ക്രിട്ടിക്കൽ കണ്ടീഷനിലെ പ്രഷർ ഇൻറ്റു ഏരിയ ഇൻറ്റു 1 പ്ലസ് ഗാമ വരും. M എന്താവും? 1 ആയതുകൊണ്ട് എമ്മിന്റെ ടേം ക്യാൻസൽ ആയി പോകും, റൈറ്റ്? ഇത്രയാണ് എന്ത്
stream thrust and impulse function എന്ന് പറയുന്നത്, right? So impulse function എന്തായിരുന്നു? Just അത് റിലേറ്റഡ് ആയിട്ട് ഓർത്ത് വെക്കുന്നത്, sum of pressure force and momentum force will be a constant term and all together ആ ടേമിനെയാണ് എന്ത് നമ്മൾ പറയാ, ഇമ്പൾസ് ഫംഗ്ഷൻ എന്ന് പറയാം. ഓക്കെ, ഈ ഇമ്പൾസ് ഫംഗ്ഷന്റെ യൂസ് എവിടെ വരുന്നത്? ഒരു കംപ്രസിബിൾ ഫ്ലൂയിഡ് ഫ്ലോ, ജെറ്റ് എഞ്ചിന്റെ റോക്കറ്റ് എഞ്ചിന്റെ ഒക്കെ കേസിൽ ഒരു കംപ്രസിബിൾ ഫ്ലൂയിഡ് ഫ്ലോ ഒരു ഡക്റ്റിലൂടെ ഒരു പാസേജിലൂടെ ഫ്ലോ ചെയ്യുന്ന സമയത്ത് അത് ജനറേറ്റ് ചെയ്യുന്ന, അത് ഇതിന്റെ ഡക്റ്റ് സർഫസിൽ അല്ലെങ്കിൽ ഈ വോൾസിൽ ജനറേറ്റ് ചെയ്യുന്ന റിയാക്ഷൻ ഫോഴ്സ് അല്ലെങ്കിൽ അതിന്റെ ത്രസ്റ്റ് ഫോഴ്സ് എത്രയാണ് കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ ഈ സ്ട്രീം കൊണ്ടുവന്നുണ്ടാകുന്ന സ്ട്രെസ്, അത് സ്ട്രീം ത്രസ്റ്റ് എന്ന് പറയുന്നത്. ഈ സ്ട്രീം ത്രസ്റ്റ് കണ്ടുപിടിക്കാനാണ് ഇത് ഉപയോഗിക്കുന്നത് നമ്മൾ ഇമ്പൾസ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. സോ ഇമ്പൾസ് ഫംഗ്ഷൻ സ്ട്രീം ത്രസ്റ്റ് വിൽ ബി F2 മൈനസ് F1 ആയിരിക്കും, അല്ലെങ്കിൽ നെറ്റ് ഇമ്പൾസ് ഫംഗ്ഷൻ ആയിരിക്കും സ്ട്രീം ത്രസ്റ്റ് വരുന്നത്. ഓക്കെ, പെർഫെക്റ്റ് ഗ്യാസിന്റെ കേസിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ സ്ട്രീം ത്രസ്റ്റിനെ മാക് നമ്പറിന്റെ ടേംസിലേക്ക് എഴുതാം. അങ്ങനെ വരുമ്പോൾ എന്ത് വരും, F ഈസ് ഈക്വൽ ടു PA into 1 plus gamma m square വരും. ക്ലിയർ അല്ലേ? ഈ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതി വെച്ചേ. ഈ ക്വസ്റ്റ്യൻ എനിക്ക് ട്യൂട്ടോറിയൽ ആയിട്ട് ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ എഴുതിയിട്ട് ഒന്ന് മെയിൽ അയച്ചു തരണം. ഒരു പേപ്പറിലോ അങ്ങനെയായിട്ട് എഴുതിയിട്ട്. ഹലോ, ഓക്കെ. സോ ആ ക്വസ്റ്റ്യൻ എഴുതും. A sonic velocity ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുന്നു. എഴുതിയില്ലേ? A sonic velocity air jet has a temperature of 280 Kelvin. Determine the velocity of sound in the jet, first one. Then stagnation temperature, stagnation enthalpy of jet, stagnation velocity of sound, then stagnation to static pressure ratio, critical speed of sound, maximum isentropic speed, then Crocco number. ഓക്കെ, എഴുതിയാ? റിപ്ലൈ പറയടാ. നീ കേൾക്കാൻ പറ്റുണ്ടോ ഞാൻ പറയുന്നത്? ചോദിക്കുന്നൊരു മറുപടി പറ. ഇതിങ്ങനെ ഇരിക്കല്ലേ, ഓറടിക്കും. ഒരു എന്തെങ്കിലും റിപ്ലൈ ഒക്കെ പറ ഇങ്ങോട്ടേക്ക് ചോദിക്കുമ്പോ. ഞാൻ മാത്രം പറയും എനക്കൊരു ഇതുണ്ടാവില്ല. നിനക്ക് മനസ്സിലാവുന്നുണ്ടോന്നും തിരിയുന്നില്ല, നിങ്ങളാരും ഉണ്ടോന്നും തിരിയുന്നില്ല. ഓക്കെ, ഇതെന്ത് ചെയ്യാ, എഴുതിയിട്ട് എനിക്ക് വൈകുന്നേരം ആകുമ്പോൾ ഒന്ന് ട്യൂട്ടോറിയൽ ക്വസ്റ്റ്യൻ ആയിട്ട് ഈ മൊഡ്യൂളിലെ ഫസ്റ്റ് ട്യൂട്ടോറിയൽ ആയിട്ട് എനിക്ക് എഴുതി അയച്ചു തരും. ഓക്കെ, വൈകുന്നേരം രാത്രിയാക്കാം. എന്താണ് ഉച്ച 1:30 കഴിഞ്ഞാൽ ഫ്രീ അല്ലടാ? വീട്ടില് വെറുതെ ഇരിക്കില്ലല്ലോ. വീട്ടില് വെറുതെ ഇരിക്കാണ്ട് എന്താ ചെയ്യണേ? കൈ പൊട്ടി അവനെന്നാ വെറുതെ ഇരിക്കാണ്ട്. ഞാൻ രാത്രിയാക്കാം സാർ, രാത്രിയൊക്കെ സെറ്റാക്കാം. രാത്രിയൊക്കെ ആക്കല്ല മോനെ, ഇറക്കുന്നത് നോക്കണ്ടേ? നിങ്ങൾ അയക്കുന്ന സാധനം കൂടി നോക്കട്ടെ. ഒരു 5-6 മണിയാകുമ്പോൾ അയക്ക്. എന്തത്? 8 മണിക്ക് മുന്നേ വരെ. എന്നാ 8 മണിക്ക് മുന്നേ അയക്ക്. ഓക്കെ സാർ. എല്ലാരും ഇന്ന് തന്നെ അയക്കണേ.
ഓക്കെ, ഈ പ്രോബ്ലം നോക്കും. A supersonic aircraft is flying horizontally at an altitude of, ഈ ക്വസ്റ്റ്യൻ എഴുതാം. ഓൾമോസ്റ്റ് തിയറി പോർഷൻസ് കംപ്ലീറ്റ് ആയി ഫസ്റ്റ് മോഡ്യൂളിൽ. ഇനി കുറെ പ്രോബ്ലംസ് ചെയ്ത് നോക്കാനുള്ളത്. A supersonic aircraft is flying horizontally at an altitude of 3000 meter with a constant flight speed of 2000 km per hour, and the aircraft passes directly over a ground observation post. Find the time taken to hear the sound waves from the aircraft at the observation post after it has passed directly over it. Assume average temperature of atmospheric air below 3000 meter altitude is 27 degrees Celsius. ഇതൊന്ന് ഫിനിഷ് ചെയ്തിട്ട് ബ്രേക്കിന് വിട്ടാ പോരെ? 9:50 വരെ ഉണ്ടല്ലോ സമയം. ഓക്കെ, എഴുതിയാ? ക്വസ്റ്റ്യൻ എഴുതിയാ? ഓക്കെ, നോക്കൂ. സോ ക്വസ്റ്റ്യൻ എന്താ പറയണേ? ഒരു സൂപ്പർസോണിക് എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്യുന്നുണ്ട്, റൈറ്റ്? സൂപ്പർസോണിക്കിന്റെ കേസിൽ എന്താ നമ്മൾ പറഞ്ഞത്? നമ്മൾ റീജിയൻസ് ഓഫ് ഫ്ലോ പറയുമ്പോൾ പറഞ്ഞിട്ട് സൂപ്പർസോണിക് ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താ? വെലോസിറ്റി ഓഫ് സൗണ്ടിനേക്കാൾ കൂടുതലായിരിക്കും എന്ത്? ഫ്ലോ വെലോസിറ്റി, റൈറ്റ്? അപ്പൊ എയർക്രാഫ്റ്റ് ഫ്ലോ ചെയ്യുന്നത് വെലോസിറ്റി ഓഫ് സൗണ്ടിനേക്കാളാണ്. അതിനാണ് നമ്മൾ പറഞ്ഞത് സോണിക്, മറ്റേ കോൺ, മാക് ആംഗിൾ, മാക്കോൺ എന്നൊക്കെ പറഞ്ഞത്, റൈറ്റ്? സോ ഒരു സൂപ്പർസോണിക് എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്യുന്നുണ്ട് എത്ര? 3000 മീറ്റർ ആൾട്ടിറ്റ്യൂഡിൽ വിത്ത് എ കോൺസ്റ്റന്റ് വെലോസിറ്റി ഓഫ് 2000 കിലോമീറ്റർ പെർ അവർ. സോ വെലോസിറ്റി നമുക്ക് തന്നിട്ടുണ്ട് കിലോമീറ്റർ പെർ അവർ, 2000 കിലോമീറ്റർ പെർ അവറിൽ. ആൾട്ടിറ്റ്യൂഡ് വന്നിട്ടുണ്ട്. ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ നിന്നിട്ട് നിങ്ങൾ സപ്പോസ് ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഒബ്സർവേഷൻ പൊസിഷൻ, പർട്ടിക്കുലർ പൊസിഷൻ നിങ്ങൾ നിൽക്കുന്നത്, ആ പൊസിഷന്റെ മുകളിലൂടെ എന്ത് സൂപ്പർസോണിക് എയർക്രാഫ്റ്റ് പാസ് ചെയ്ത് പോയി, റൈറ്റ്? ഞാൻ എടുക്കുമ്പോൾ പറഞ്ഞതാണ് എന്ത്? ഒബ്ജക്റ്റ് പാസ് ചെയ്ത് പോയി സെർട്ടൻ ടൈമിന് ശേഷം എന്ത് നമുക്ക് കിട്ടും? അതിന്റെ സൗണ്ട് നമ്മൾ കേൾക്കാൻ പറ്റും. സോ അതാണ് ചോദിക്കുന്നത്, എത്ര ടൈമിന് വേണ്ടിയിട്ടാണ് നമുക്ക് അതിന്റെ സൗണ്ട് കേൾക്കാൻ പറ്റുക എന്നാണ് ചോദ്യം, റൈറ്റ്? സോ എപ്പോഴാണ് സൗണ്ട് കേൾക്കുക? നമ്മൾ അത് ജനറേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റ് ജനറേറ്റ് ചെയ്യുന്ന, എയർക്രാഫ്റ്റ് ജനറേറ്റ് ചെയ്യുന്ന പ്രഷർ വേവ് ഉണ്ടാവും. ഒരു സൂപ്പർസോണിക് റേഞ്ചിലുള്ള ഒരു പ്രഷർ വേവ് അല്ലെങ്കിൽ സൗണ്ട് വേവ് എപ്പോഴാണോ ആ വേവ് നമ്മളിലേക്ക്, നമ്മൾ നിൽക്കുന്ന പൊസിഷനിലേക്ക് എത്തുന്നത്, അപ്പോഴാണ് എന്ത്? നമ്മൾ ആ സൗണ്ട് വേവ് കേൾക്കുന്നത്, അല്ലേ? പിന്നെന്താ ഉണ്ട്? അറ്റ്മോസ്ഫിയറിക് എയർ ടെമ്പറേച്ചർ 27 ഡിഗ്രി സെൽഷ്യസ്, റൈറ്റ്? ഇനി നമ്മൾ എന്ത് പറഞ്ഞു? ആ സൂപ്പർസോണിക്കിന്റെ കേസിൽ നമ്മളൊരു മാക്കോൺ പറഞ്ഞിട്ടുണ്ട്. പ്രഷർ വേവ്സ് എല്ലാം അറേഞ്ച് ചെയ്യുന്ന ഫോർമാറ്റ് ഒരു കോണിക്കൽ ഷേപ്പിലാണ്, റൈറ്റ്? അതിന്റെ ഒരു സെമി ആംഗിൾ എടുത്തിട്ടാണ് നമ്മൾ എന്താ പറഞ്ഞത്? മാക് ആംഗിൾ പറഞ്ഞത്. സോ അതിന്റെ ഒരു സെമി പോർഷൻ ആണ് ഇവിടെ കാണിച്ചില്ല ഞാൻ. ABC എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു സെമി പോർഷൻ ആണ്. അതായത് ഇതിന്റെ മുകളിലോട്ടേക്ക് എന്തുണ്ടാവും? അതിന്റെ ഹാഫ് കോണിന്റെ ബാക്കി ഉണ്ടാവും ചോദിക്കും. സോ സപ്പോസ് ഈ A ആണ് ഇപ്പോ എന്ത് സൂപ്പർ എയർക്രാഫ്റ്റിന്റെ കറന്റ് പൊസിഷൻ, റൈറ്റ്? എയർക്രാഫ്റ്റിന്റെ കറന്റ് പൊസിഷൻ A ആണെങ്കിൽ നമ്മൾ നിൽക്കുന്നത് C എന്നുള്ള പൊസിഷനിലാണ്. ഓക്കെ, സോ A എന്ന് ജനറേറ്റ് ചെയ്ത സൗണ്ട് എപ്പോഴും സിയിൽ എത്തുന്നത്, അപ്പോഴാണ് നമ്മൾ ഇത് കേൾക്കുന്നത്. സോ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഈ AB എന്നൊരു ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ വേണ്ടി എത്ര ടൈം എടുക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, സോ ഈ ഡിസ്റ്റൻസ് എന്തായിരിക്കും? വെലോസിറ്റി ഇൻറ്റു ടൈം ആണ് AB ന്റെ ഡിസ്റ്റൻസ്. സോ AB കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ടൈം കണ്ടുപിടിക്കാം.
ഓൾറെഡി നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, വെലോസിറ്റി തന്നിട്ടുണ്ട്. 2000 km/h എയർക്രാഫ്റ്റ് പാസ് ചെയ്യുന്നുണ്ട്, റൈറ്റ്? സോ നമുക്ക് എന്ത് എടുക്കണം, എ ബി കണ്ടുപിടിക്കണം. സോ എപ്പോഴും SI യൂണിറ്റിലെ ഉപയോഗിക്കണം. ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ കൺവേർഷൻ ഒക്കെ SI യൂണിറ്റിലായിരിക്കണം. അതിന് പ്രത്യേകിച്ച് പറയണ്ടല്ലോ, ഫോർത്ത് ഇയറിലേക്ക് നിങ്ങളോട് ഒന്നും പറഞ്ഞേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. സോ 2000 km/h എന്ത് ചെയ്യണം, മീറ്റർ/സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യുക. സോ എത്ര കിട്ടും, 555.56 m/s കിട്ടും. ഓക്കെ, ദെൻ വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ എയർ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം, A is equal to root of gamma RT. സോ ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്, ആർ വാല്യൂ ഗാമ വാല്യൂ നമുക്കറിയാം. സോ എന്ത് കിട്ടും, വെലോസിറ്റി ഓഫ് സൗണ്ട് കിട്ടി. ഇനി വെലോസിറ്റി ഓഫ് സൗണ്ട് കിട്ടി, എന്തിനാ ഞാൻ കണ്ടുപിടിക്കണേ വെലോസിറ്റി ഓഫ് സൗണ്ട്? നമുക്കിപ്പോ ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് വേണം, ഓൾറെഡി BC ഡിസ്റ്റൻസ് നമുക്കറിയാം, 3000 മീറ്റർ ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, ഈ ട്രയാങ്കിളിന്റെ BC ഡിസ്റ്റൻസ് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് 3000 മീറ്റർ. ഇനി നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്, AB ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഇത് കണ്ടുപിടിക്കണമെങ്കിൽ ഇതിനകത്തുള്ള ഒരു ആംഗിൾ കൂടി കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാം, AB കണ്ടുപിടിക്കാം. സോ ആംഗിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈ സെമി ആംഗിൾ, മാക്കോണിന്റെ സെമി ആംഗിൾ ആണ് എന്ത്, മാക് ആംഗിൾ ആൽഫ, റൈറ്റ്? ഈ ആൽഫ കണ്ടുപിടിക്കണം. നമുക്ക് ആൽഫ എന്തുവരെ റിലേഷൻ ഉണ്ട്, മാക് നമ്പർ വരെ റിലേഷൻ ഉണ്ട്. സോ മാക് നമ്പർ കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും, ആൽഫ കിട്ടും, റൈറ്റ്? ആൽഫ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് കണ്ടുപിടിക്കാം, AB കണ്ടുപിടിക്കാം. സോ മാക് നമ്പർ കണ്ടുപിടിക്കണം. എന്താണ് മാക് നമ്പർ? എന്താ, വെലോസിറ്റി ഡിവൈഡ് ബൈ വെലോസിറ്റി ഓഫ് എയർക്രാഫ്റ്റ് ഡിവൈഡ് ബൈ വെലോസിറ്റി ഓഫ് സൗണ്ട് ആണ്. സോ അതിന് വേണ്ടിയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്, വെലോസിറ്റി ഓഫ് സൗണ്ട് കണ്ടുപിടിക്കുന്നത്. സോ വെലോസിറ്റി ഓഫ് എയർക്രാഫ്റ്റ് ഓൾറെഡി തന്നിട്ടുണ്ട്. സോ വെലോസിറ്റി ഓഫ് സൗണ്ട് കണ്ടുപിടിച്ചു. സൗണ്ട് കണ്ടുപിടിച്ചാൽ നമുക്ക് ഫ്ലൈറ്റിന്റെ മാക് നമ്പർ കണ്ടുപിടിക്കാം. ഫ്ലൈറ്റ് നമ്പർ മാക് നമ്പർ എന്താ, V/A. ഇറ്റ് വിൽ ബി ഈക്വൽ ടു 1.6. അതായത് വെലോസിറ്റി മീറ്റർ/സെക്കൻഡ് തന്നിട്ടുണ്ട്, 2000 km/h മീറ്റർ/സെക്കൻഡ് ആകും 555.56 കിട്ടി. ആവറേജ് വെലോസിറ്റി ഓഫ് സൗണ്ട് ഇൻ എയർ കിട്ടി, എത്രയാ, 347.19. ഇത് നമ്മൾ റേഷ്യോ എടുത്ത് നമുക്ക് എന്ത് കിട്ടും, മാക് നമ്പർ കിട്ടും. മാക് നമ്പറും മാക് ആംഗിളും തമ്മിലുള്ള റിലേഷൻ എന്തായിരുന്നു, ആൽഫ ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 1/m ആണ്. ഇതിനു വേണ്ടിയാണ് മാക് നമ്പർ കണ്ടുപിടിച്ചത്, മാക് ആംഗിൾ കണ്ടുപിടിക്കാൻ. സോ എത്ര കിട്ടും നമുക്ക്, 38.68 ഡിഗ്രി കിട്ടും. സോ മാക് ആംഗിൾ കിട്ടി, അതായത് ഈ ആൽഫ വാല്യൂ കിട്ടി, ഈ BC അറിയാം. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, AB ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചോട്ടെ. സോ AB വിൽ ബി ഈസ് ഈക്വൽ ടു BC/tan ആൽഫ ആയിരിക്കും, റൈറ്റ്? BC/tan ആൽഫ. BC 3000 മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ tan ആൽഫ ഇട്ട് എന്ത് കിട്ടും, 3747.292 മീറ്റർ കിട്ടി AB. ഇനി ഈ ഡിസ്റ്റൻസ്, അതായത് ഈ സ്മോളസ്റ്റ് ഡിസ്റ്റൻസ്, ഈ പൊസിഷനിൽ ഈ സി എന്നുള്ളതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡിസ്റ്റൻസ് ഹൊറിസോണ്ടൽ ഡയറക്ഷൻ നമ്മൾ കണ്ടുപിടിച്ചാൽ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ട് ഡിസ്റ്റൻസിൽ സൗണ്ട് ഇവിടെ റീച്ച് ചെയ്യുന്നത്. അല്ലാതെ ഈ ഹൈപ്പോട്ടനസ് ഡയറക്ഷൻ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, ഈ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ തന്നെ കണ്ടുപിടിച്ചാൽ, റൈറ്റ്? സോ അങ്ങനെയാണ് എന്ത് കണ്ടുപിടിച്ചത്, AB കണ്ടുപിടിച്ചു. അത് വെച്ചിട്ട് വെലോസിറ്റി ഇൻറ്റു ടൈം ആണ് AB. സോ അത് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാം, ടൈം കണ്ടുപിടിക്കാം. സോ ടൈം വിൽ ബി ഈക്വൽ ടു 6.75 seconds. So time taken for the sound to reach the observation post will be 6.75 seconds. Clear അല്ലേ പറഞ്ഞത്? ഹലോ. Yes, sir. Okay. Yes, sir. Yes, sir. ഓക്കെ, ഇത്രയാണ് മെയിൻലി തിയറി. കുറച്ച് പ്രോബ്ലംസ് എനിക്ക് ചെയ്യാനുണ്ട്. പിന്നെ തന്ന ക്വസ്റ്റ്യൻ നിങ്ങൾ പറഞ്ഞ സമയത്തിനുള്ളിൽ എഴുതിയിട്ട് മെയിൽ അയക്കുക. ഓക്കെ, ഓക്കെ. അറ്റൻഡൻസ് ഒരു എല്ലാവരും ഉണ്ടെന്ന് തോന്നുന്നു. ജസ്റ്റ് ഒന്ന് പറഞ്ഞേ പെട്ടെന്ന്. അഭിരാം പി സുരേഷ്, Present, sir. അബിൻ ജോഷി, Present, sir. ആദർശ് KK, Present, sir. അക്ഷയ് ജെയിൻ, Present, sir. ആൽവിൻ തോമസ്, Present, sir. അമൽ KP, Present, sir. അമൽ K സന്തോഷ്, Present, sir. അമൽ Present, sir. അനന്തു,
Present, sir. Anurag, Present, sir. Ashray, Ashwin, Present, sir. Bhagat, Diljin, Fazluddin, Present, sir. Jijo, Present, sir. Jidin, Present, sir. Karthikeyan, Present, sir. Mridul, Present, sir. Rahul, Sir. Suraj, Present, sir. Saurav, Present, sir. Srirag, Present, sir. Vaishak, Present, sir. Vaishnav CK, Present, sir. Vaishnav PK, Present, sir. Vadim, Present, sir. Dinin, Present, sir. Jishnu K, Present, sir. Jishnu Mohan, Present, sir. Nikhil, Present, sir. Roshit, Present, sir. Vishnu AP, Present, sir. Tejas, Tejas ഇല്ലേ? Tejas absent ആണോ? Okay. Then Akash Prakash, Sir. Abhinav Jain, Present, sir. Gogul, Present, sir. Sachin. Present, sir. Okay. So Tejas മാത്രമാണ് absent അല്ലേ? Okay എന്നാ. ശരി, താങ്ക് യു.